ഇപ്പോൾ പ്രേക്ഷകരെടുത്ത് നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെയാണ്. അതിന്റെ വിശദാംശങ്ങളിൽ നിന്നാണ് ഈ പരിപാടി ഇന്ന് ആരംഭിക്കുന്നത്. മലയാള സിനിമയെ പിടിച്ചുലച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത്. റോൾ വേണമെങ്കിൽ കിടക്ക പങ്കിടണമെന്നും മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മലയാള സിനിമാ രംഗത്ത് സ്ത്രീകൾക്കെതിരായ പീഡനങ്ങളും വിവേചനങ്ങളും തുറന്നുകാട്ടുന്ന റിപ്പോർട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ലഹരിയുടെ ഉന്മാദത്തിൽ നടിമാർ താമസിക്കുന്ന മുറിയുടെ വാതിലിൽ ചെന്നുമുട്ടുന്ന സിനിമയിലെ പുരുഷന്മാർ കേവലം കെട്ടുകഥയല്ല. റോൾ കിട്ടാൻ ലൈംഗിക താൽപര്യങ്ങൾക്ക് വഴങ്ങേണ്ടി വരുന്നതും മലയാള സിനിമയിലെ യാഥാർത്ഥ്യം. റിപ്പോർട്ടിന്റെ 55-56 പേജുകളിലാണ് സിനിമയിലെ ലൈംഗിക ചൂഷണത്തിന്റെ നടുക്കുന്ന വിവരങ്ങൾ. പറഞ്ഞുകേട്ട കാസ്റ്റിംഗ് കൗച്ച് മലയാള സിനിമയിലെ യാഥാർത്ഥ്യമാണെന്നാണ് ഹേമ കമ്മിറ്റിയുടെ കണ്ടെത്തൽ. സിനിമയിലെ റോളിന് പകരം ചോദിക്കുന്നത് സ്ത്രീകളുടെ ശരീരം. സിനിമയിൽ ഇഴുകിച്ചേർന്നഭിനയിച്ചാൽ സിനിമയ്ക്ക് പുറത്തും അങ്ങനെയെന്ന് ചിന്തിക്കുന്ന പുരുഷന്മാരുണ്ട്. അതിനാൽ പരസ്യമായി കിടക്ക പങ്കിടാൻ പലരും നാണക്കേടില്ലാതെ ആവശ്യപ്പെടുന്നു. കൂടുതൽ സിനിമകളിൽ അവസരം നൽകാമെന്ന് പറഞ്ഞാണ് കിടക്ക പങ്കിടാനുള്ള ക്ഷണം. ഇതെല്ലാം തുറന്നു പറഞ്ഞാൽ അവസരം ഇല്ലാതാകും, സിനിമയിൽ നിന്ന് മാറ്റി നിർത്തും. താൽപര്യങ്ങൾക്ക് വഴങ്ങാത്ത ഒരാളെ ആലിംഗനം ചെയ്യുന്ന സീൻ ഷൂട്ട് ചെയ്യിപ്പിച്ചത് 17 തവണയാണ്. നഗ്നത പകർത്താൻ നിർബന്ധിക്കുന്നുവെന്നാണ് മറ്റൊരു നടിയുടെ മൊഴി. സഹകരിക്കുന്ന നടിമാർക്ക് കോഡ് പേര് കോപ്പറേറ്റീവ് ആക്ടേഴ്സ് എന്നാണ്. വേട്ടക്കാരിൽ ഉന്നത സ്ഥാനത്തുള്ളവർ വരെയുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഇടനിലക്കാരായി നിൽക്കുന്നവർ വേറെയും. പല വിഗ്രഹങ്ങളും ഉടഞ്ഞു വീഴും. അശ്ലീല ഭാഷയിൽ ഓൺലൈൻ ആക്രമണം സ്ത്രീകൾ നേരിടേണ്ടി വരുന്നു. സ്വകാര്യ ഭാഗങ്ങളും പോൺ ചിത്രങ്ങളും പ്രദർശിപ്പിക്കുന്നതും പതിവ് സംഭവം. ഇത്തരം വേട്ടക്കാർ നടിമാർക്ക് അയച്ചു നൽകിയ ലൈംഗിക ചിത്രങ്ങളുടെ തെളിവുകളും കമ്മിറ്റിക്ക് ലഭിച്ചു. പോക്സോ പോലും ചുമത്തേണ്ട കുറ്റകൃത്യങ്ങളുണ്ടെന്നും അനുഭവ സാക്ഷ്യങ്ങൾക്കിടെ വിങ്ങലുകൾ കേട്ടെന്നും റിപ്പോർട്ടിൽ ഹേമ കമ്മിറ്റി പറയുന്നുണ്ട്. 24 തിരുവനന്തപുരം. ഈ റിപ്പോർട്ടിൽ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് സിനിമാ മേഖലയിലെ ചൂഷണങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നവർ അതിക്രൂരമായ പ്രതികാര നടപടി നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ്. എന്നാലും പ്രതികരിക്കുന്നവരെ നശിപ്പിക്കാനായി മാത്രമായി പ്രത്യേക കോക്കസ് ഈ മേഖലയിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം ഞെട്ടിക്കുന്ന വിവരമാണ് എന്ന് ഓർക്കുക. താരങ്ങളുടെ ആരാധകരിൽ നിന്ന് ഭീഷണി ഭയന്നിട്ടുകൂടിയാണ് മിണ്ടാതിരിക്കുന്നവർ എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മലയാള സിനിമയിലെ ഞെട്ടിക്കുന്ന പിന്നാമ്പുറ കഥകളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തു വന്നത്. മോശം പ്രവണതകൾക്കെതിരെ പ്രതികരിക്കുന്നവരെ നശിപ്പിക്കാനായി മാത്രം പ്രത്യേക കോക്കസ് പ്രവർത്തിക്കുന്നുണ്ട്. ഉപദ്രവിക്കാൻ പല വഴികളുണ്ട്. പരാതി പറയുന്നവർക്കെതിരെ സമൂഹമാധ്യമങ്ങളിലൂടെ അധിക്ഷേപവും തൊഴിൽ നിഷേധവും. മോശം ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചാണ് പ്രധാന ആക്ഷേപം. അശ്ലീല ഭാഷയിൽ ഓൺലൈൻ ആക്രമണവും സജീവം. താല്പര്യത്തിന് വഴങ്ങാത്തവരെ റീടേക്കുകൾ എടുത്ത് ഉപദ്രവിക്കും. ആലിംഗന രംഗം 17 തവണ ഷൂട്ട് ചെയ്യേണ്ടി വന്ന മോശം അനുഭവം ഒരു നടി കമ്മിറ്റിക്ക് മുന്നിൽ വെളിപ്പെടുത്തി. സ്ത്രീയുടെ ശരീരത്തെ മോശമായ രീതിയിൽ വർണ്ണിച്ചുള്ള പരിഹാസങ്ങൾ മറ്റൊരു പ്രതികാര രീതി. ജീവന് വരെ ഭീഷണി ഉണ്ടാക്കുന്ന സന്ദർഭങ്ങളുമുണ്ടെന്ന് ചില നടിമാർ മൊഴി നൽകി. WCCയിൽ അംഗത്വമെടുത്തതുകൊണ്ട് മാത്രം സിനിമയിൽ നിന്നും പുറത്താക്കാൻ ശ്രമം നടന്നെന്ന് ചില നടിമാർ വെളിപ്പെടുത്തി. പുരുഷന്മാർക്കും പ്രതികാര നടപടിയെന്നോണം വിവേചനം നേരിടേണ്ടി വരുന്നു. തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവരെ വിലക്കുന്നതാണ് രീതി. ഉപദ്രവം പുറത്തു പറഞ്ഞാൽ കുടുംബം തകർക്കാൻ വരെ ശേഷിയുള്ളവരാണിവരെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നു. പട്ടിണിക്കിട്ടുള്ള പ്രതികാരവും സിനിമാ സെറ്റുകളിലുണ്ടെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ഇതിൽ പലരും ജൂനിയർ ആർട്ടിസ്റ്റുകളാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. തിന്മയ്ക്കെതിരെ നേരിനു വേണ്ടി നിൽക്കുന്ന നായകൻ്റേതാണ് സിനിമയ്ക്കകത്തെ പ്രതികാരം. സ്വന്തം അവകാശങ്ങളെക്കുറിച്ച് ബോധ്യമുള്ള ആത്മാഭിമാനമുള്ള സ്ത്രീകൾക്കെതിരെയാണ് സിനിമയ്ക്ക് പുറത്തെ പ്രതികാരം. അമ്പോ എന്തൊരു വിചിത്രം. സലിം മാലിക്, 24 തിരുവനന്തപുരം. അപ്പോൾ എല്ലാ തൊഴിലിടത്തിലെയും പോലെ ഈക്വാലിറ്റി എന്ന് പറയുന്നത് അത് സിനിമാ മേഖലയിലും വേണം. അതൊരു വലിയ വ്യവസായ മേഖലയാണ്. അത് ആ രീതിയിൽ പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്ന കാര്യങ്ങളുമെല്ലാം ഈ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളുന്നുണ്ട്. സിനിമാ മേഖലയിൽ മൊത്തത്തിൽ പൂർണ്ണമായും പുരുഷാധിപത്യമാണ് എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നു. സിനിമാ സെറ്റുകളിൽ സ്ത്രീകൾക്ക് യാതനകൾ മാത്രമാണുള്ളത്. സ്ത്രീകൾക്ക് പ്രാഥമിക സൗകര്യങ്ങൾ പോലും ഇല്ല എന്നും ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് പലപ്പോഴും ഭക്ഷണം പോലും നൽകാറില്ല എന്നും റിപ്പോർട്ടിലുണ്ട്. മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കേണ്ടി വരുന്നത് വിവേചനങ്ങളാണെന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. നടിമാരുമായി ഉണ്ടാക്കുന്ന കരാറിൽ പ്രതിഫലം രേഖപ്പെടുത്താറില്ല. പ്രതിഫലം പറഞ്ഞുറപ്പിച്ച ശേഷം കുറഞ്ഞ തുക നൽകി അവരെ കബളിപ്പിക്കുന്നു. മേഖലയിൽ അടിമുടി സ്ത്രീവിരുദ്ധത നിലനിൽക്കുകയാണ്. മിക്കപ്പോഴും സ്ത്രീകൾക്ക് സെറ്റിൽ വസ്ത്രം മാറാനോ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സൗകര്യമോ പോലുമില്ല. പ്രാഥമിക ആവശ്യം നിറവേറ്റണമെങ്കിൽ ആളുകൾ ചേർന്ന് തുണിമറ സൃഷ്ടിക്കേണ്ട ഗതികേടാണ്. സാനിറ്ററി നാപ്കിൻ നശിപ്പിക്കാൻ പോലും സൗകര്യമില്ല. സ്ത്രീകൾക്ക് അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു. കാരവാൻ മിക്കപ്പോഴും നായികയ്ക്ക് മാത്രമാണ്. ഇതിൽ മറ്റു നടിമാരെ കയറ്റുകയുമില്ല.
സ്ത്രീ സുരക്ഷയ്ക്കായി സംവിധാനം വേണമെന്നും നടിമാർ മൊഴി നൽകി. ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ജോലിക്ക് സമയപരിധിയില്ല. ടോയ്ലറ്റിൽ പോകാൻ പോലും അനുവദിക്കുന്നില്ല. രാവിലെ 7 മണിക്ക് ആരംഭിച്ച് പുലർച്ചെ 2 വരെ ഇവരെ ജോലി ചെയ്യിപ്പിക്കുന്നു. വേതനമാണെങ്കിൽ ഏറ്റവും കുറവും. രാത്രി വൈകിയാൽ പോലും വീടുകളിലേക്ക് കൊണ്ടുവിടാൻ ആളുണ്ടാകില്ല. മിക്കപ്പോഴും കിടന്നുറങ്ങാൻ സ്ഥലം നൽകില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 24 തിരുവനന്തപുരം. യെസ്, അപ്പോൾ സിനിമയെക്കുറിച്ച് മുൻപും ഒരുപാട് ആക്ഷേപങ്ങൾ നമ്മൾ കേട്ടതാണ്. അത് പല രീതികളിലും പല ആൾക്കാരും പറഞ്ഞ് നമ്മൾ അറിഞ്ഞതുമാണ്. പക്ഷേ ഇപ്പോൾ ഇതൊരു ഒരു കമ്മിറ്റി രൂപീകരിച്ച് തയ്യാറാക്കിയ, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരെ കണ്ട് അവരുടെ മൊഴികളെടുത്ത് അങ്ങനെ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടിൽ വളരെ ആധികാരികമായിട്ടുള്ള വിവരങ്ങളുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മലയാള സിനിമ നിയന്ത്രിക്കുന്നത് ഒരു മാഫിയ സംഘമാണ് എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു. 15-അംഗ മാഫിയ സംഘത്തിന്റെ തലവൻ മലയാള സിനിമയിലെ പ്രമുഖനാണ്. മലയാള സിനിമയിലെ ഒരു നടൻ ഈ പവർ ഗ്രൂപ്പിനെ മാഫിയ സംഘമെന്ന് വിശേഷിപ്പിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ലൈംഗിക ചൂഷണവും ലഹരി ഗ്രൂപ്പുകളും വിഹരിക്കുന്ന മലയാള സിനിമാ മേഖലയെ നിയന്ത്രിക്കുന്നത് ഒരു മാഫിയ സംഘമെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നു. സംവിധായകരും നടന്മാരും നിർമ്മാതാക്കളും ഉൾപ്പെടെ 15 പുരുഷന്മാരടങ്ങുന്ന പവർ ഗ്രൂപ്പ്. അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് മലയാള സിനിമ പോകുന്നത്. ഒരു പ്രമുഖ നടനാണ് പവർ ഗ്രൂപ്പിന്റെ തലവൻ. അയാളെ എതിർക്കുന്നവരെ സിനിമാ രംഗത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കും. മലയാള സിനിമയിലെ മറ്റൊരു നടനെ 15 പേരടങ്ങുന്ന ഈ പവർ ഗ്രൂപ്പ് ബാൻ ചെയ്തു. സിനിമയിൽ നിന്നും വിലക്കിയ നടൻ സീരിയലിലെത്തിയെങ്കിലും അവിടെയും പവർ ഗ്രൂപ്പുകളാണ് കാര്യങ്ങൾ തീരുമാനിച്ചത്. ആരെയും മാറ്റി നിർത്താനും പുറത്താക്കാനുമുള്ള അധികാരം ഈ മാഫിയ സംഘത്തിനുണ്ട്. അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കുന്ന തെറ്റുകൾ പോലും പവർ ഗ്രൂപ്പ് തലവൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പ്രതികാര നടപടി അനുഭവിക്കേണ്ടി വരുമെന്നും മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു. പവർ ഗ്രൂപ്പ് മാഫിയ സംഘത്തിന് താല്പര്യമില്ലാത്ത ഒരു പ്രമുഖ സംവിധായകനെ വിലക്കുകയും ആ സംവിധായകന്റെ സിനിമകളിൽ ജോലി ചെയ്യുന്ന സാങ്കേതിക പ്രവർത്തകരെ ഉൾപ്പെടെ പരസ്യമായി വിലക്കുകയും ചെയ്തു. എഗ്രിമെന്റുകൾ പോലും കാറ്റിൽ പറത്തുന്ന രീതിയിൽ മാഫിയ സംഘം അഴിഞ്ഞാടുകയാണെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു. മലയാള സിനിമയിലെ ഒരു വിഗ്രഹമാണ് ആ പവർ ഗ്രൂപ്പിന്റെ തലവനെന്ന ഉറപ്പ്. അവരുടെ പ്രതികാരാഗ്നിയിൽ കരിയർ തന്നെ നശിച്ചുപോയ പലരുമുണ്ടെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയാതെ പറയുന്നു. ഷെഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. ഈ കാസ്റ്റിംഗ് കൗച്ച് എന്നുള്ളത് മുമ്പ് ഏറ്റവും ആദ്യം നമ്മൾ ഹോളിവുഡിൽ കേട്ടു, പിന്നീട് അത് ബോളിവുഡിൽ വലിയൊരു തരംഗം, വലിയൊരു വിവാദമായിരുന്നു. ഇടയ്ക്കൊക്കെ നമ്മൾ മലയാളത്തിലും അത് കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വർഷങ്ങൾക്ക് നമ്മൾ കേട്ടിരുന്നു. പക്ഷേ അത് യാഥാർത്ഥ്യമാണ് എന്ന്, അതൊരു വലിയ അളവിൽ അതിൻ്റെ വ്യാപ്തി, അതിൻ്റെ ആഴം അത് വലുതാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അപ്പോൾ എന്താണ് ഇതിനൊരു പരിഹാരം, ഇതിൽ നിർദ്ദേശങ്ങൾ അതുപോലെ നടപ്പിൽ വരുത്താൻ എന്ത് ചെയ്യണം എന്നൊരു ചോദ്യമുണ്ടല്ലോ. അപ്പോൾ സിനിമാ മേഖല ഒന്നടകെ അത് മാറുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ എന്ത് സംഭവിക്കണം? അവിടെ ഒരു കൃത്യമായ നിയമ സംവിധാനം വേണം, സർക്കാരിൻ്റെ ഇടപെടൽ വേണം. മാത്രമല്ല, ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ചിലരെക്കുറിച്ച് മാത്രമാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം ആ സിനിമാ ലോകത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും 100% അവരെല്ലാവരും മോശമാണ്, അല്ലെങ്കിൽ അവരൊക്കെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്നൊന്നുമല്ല. അങ്ങനെ ഒരു അഭിപ്രായമേ ഇല്ല. പക്ഷേ അതിൽ ഒരു സംഘം ആളുകൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. മറ്റു രീതിയിൽ മാന്യമായി തന്നെ ജോലി ചെയ്ത് പോകുന്ന നിരവധി ആളുകളും സിനിമാ മേഖലയിലുണ്ട്. അത് നിയമത്തിന്റെ വഴിക്ക് പോകണം എന്നുള്ളതാണല്ലോ. അപ്പോൾ കൃത്യമായ ഒരു നിയമാവലി വേണം. കൃത്യമായ രീതിയിലുള്ള മറ്റ് തൊഴിലിടങ്ങളിൽ ഉള്ളതുപോലത്തെ എല്ലാ സംവിധാനങ്ങളും അത് നിയമം അനുശാസിക്കുന്ന രീതിയിൽ വേണം എന്ന അഭിപ്രായം അത് പൊതുരംഗത്തും ഉയർന്നു തുടങ്ങിയിട്ട് ഒരുപാടായി. അപ്പോൾ ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്ന പശ്ചാത്തലത്തിൽ എന്താണ് സർക്കാർ ഇനി ഈ കാര്യത്തിൽ ചെയ്യാൻ പോകുന്നതെന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ഒരു പുതിയ സിനിമാ നയം ഉണ്ടാക്കും എന്നാണ് ഇപ്പോൾ മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. റിപ്പോർട്ടിന്മേൽ സർക്കാർ നടപടി ഉണ്ടാകുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദനും പറഞ്ഞു. ഹേമ കമ്മിറ്റി ശുപാർശകളിൽ അടിയന്തര നടപടി വേണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. ഗുരുതരമായ ആരോപണമാണ് റിപ്പോർട്ടിലുള്ളതെന്നും സർക്കാർ കർശന നടപടിയെടുക്കണമെന്നും രമേശ് ചെന്നിത്തലയും പറഞ്ഞു. ഇതിൻ്റെ നിർദ്ദേശങ്ങളും കണ്ടെടുത്തിട്ടുള്ള നിഗമനങ്ങളും പരിശോധിച്ചിട്ട് സിനിമാ രംഗത്ത് ഏതെല്ലാം കാര്യങ്ങളാണ് ആവശ്യമായ ഇടപെടൽ നടത്തേണ്ടത്, അല്ലെ സീരിയൽ രംഗത്ത്, അതിനുവേണ്ടി ഞങ്ങളിപ്പോൾ ഒരു കോൺക്ലേവ് നടത്താൻ പോവുക. ആ കോൺക്ലേവ് വെച്ച് അത് ചർച്ച ചെയ്തിട്ട് എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ കേട്ടിട്ട് ഒരു സിനിമാ പോളിസി ഉണ്ടാക്കി സംസ്ഥാനം നടപ്പാക്കാനാണ് ഞങ്ങളിപ്പോൾ ലക്ഷ്യമിടുന്നത്. അടിയന്തരമായി ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ശുപാർശകളിന്മേൽ നടപടിയെടുക്കണം. ഒന്ന്. രണ്ടാമത്, ഈ പറയുന്ന ലൈംഗിക ചൂഷണത്തിനും ക്രിമിനൽ വൽക്കരണത്തിനും അനാവശ്യമായ ലഹരി ഉപയോഗങ്ങളും എല്ലാത്തിനുമെതിരായിട്ടുള്ള അന്വേഷണം നടക്കണം. ലൈംഗിക ചൂഷണത്തിനെതിരായി സീനിയർ IPS, വനിതാ IPS ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ടീമിനെ കൊണ്ട് അന്വേഷിപ്പിക്കണം, അടിയന്തരമായിട്ട് അന്വേഷിക്കണം. എല്ലാ വിവരങ്ങളും പുറത്തു വരട്ടെ, നിങ്ങൾക്കെല്ലാം പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനും അതിനടിസ്ഥാനപ്പെടുത്തി പ്രതികരിക്കാനുമുള്ള ഒരു റിപ്പോർട്ടാണ് മുമ്പിൽ വന്നിട്ടുള്ളത്. അത് ഫലപ്രദമായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ആവശ്യമായ നിലപാട് സ്വീകരിച്ചു പോകണം. സർക്കാർ ഈ കാര്യത്തിൽ നടപടിയെടുക്കണം. എന്തുകൊണ്ട് ഇത്രയും കാലം നടപടിയെടുത്തില്ല?
ആർക്ക് വേണ്ടിയാണ് ഇത് പൂഴ്ത്തിവെച്ചത് എന്നുള്ളത് വ്യക്തമാക്കേണ്ടതും അനിവാര്യമായ ഒരു കാര്യം തന്നെയാണ്. യെസ്, അപ്പോൾ അതാണ് സർക്കാർ എന്തായാലും ഒരു പുതിയ സിനിമാ നയം ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ളത് ശ്ലാഘനീയം തന്നെയാണ്. അത് ഏത് രീതിയിൽ നടപ്പിലാക്കാൻ പോകുന്നു, എപ്പോൾ, എത്ര പെട്ടെന്ന് നടപ്പിലാക്കുന്നുണ്ടോ എന്നതാണ് നമ്മളിനി കാത്തിരുന്ന് കാണേണ്ടത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായി പഠിച്ച ശേഷം ഒരാഴ്ചക്കകം പ്രതികരിക്കുമെന്ന് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പറഞ്ഞു. സിനിമാ മേഖലയിൽ എല്ലാവർക്കും തുല്യമായ സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് നടൻ ആസിഫ് അലി ആവശ്യപ്പെട്ടത്. റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന് പറഞ്ഞിട്ടില്ല എന്ന് ആവർത്തിക്കുകയാണ് നടി രഞ്ജിനി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് പോരാട്ടത്തിന്റെ ഭാഗമായെന്ന് വിമൻ ഇൻ സിനിമ കളക്റ്റീവ് ഫേസ്ബുക്കിൽ കുറിച്ചു. എന്ത് രീതിയിലാണ് അങ്ങനെ വിവേചനം, ആർക്കാണ് ഉണ്ടായിട്ടുള്ളത്, ഇതിനെപ്പറ്റി ആരാണ് പരാതിപ്പെട്ടിട്ടുള്ളത്, ആർക്കെതിരെയാണ് പരാതി, ഇതൊക്കെ നമുക്കൊന്ന് വിശദമായി പഠിക്കേണ്ടിയിരിക്കുന്നു. അല്ലാതെ നമ്മളൊരു എന്തെങ്കിലും എവിടെന്നെങ്കിലും കേട്ടിട്ട് നമുക്ക് അതിനനുസരിച്ച് ഒരു മറുപടി പറയാൻ സാധിക്കില്ല. എന്തായാലും അതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നും നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നവർക്കും സഹപ്രവർത്തകർക്കും സഹപ്രവർത്തകയ്ക്കും എല്ലാവർക്കും ഈക്വലായിട്ടുള്ള സേഫ്റ്റിയും എല്ലാ കാര്യങ്ങളും നമ്മൾ അഷ്വർ ചെയ്യണം. അപ്പം ഇങ്ങനൊരു ബുദ്ധിമുട്ട് അനുഭവിച്ചതിന് റിപ്പോർട്ട് കൊടുത്ത എല്ലാവരുടെയും കൂടെ തന്നെ നമ്മളെല്ലാവരും ഉണ്ട്. അതെന്താണെന്ന് തീർച്ചയായിട്ടും സോർട്ട് ഔട്ട് ചെയ്യാനും അതിനു വേണ്ടിയ തീരുമാനങ്ങൾ എടുക്കാനും പറ്റട്ടെ. It's not just about the women who have already complained. What can a government here, a ministry, a culture ministry here do for the cinema industry as a whole to make sure that this doesn't happen anymore? Come on, we have studied this for the last 4.5 years now. Okay, there are recommendations. As an industry, what changes can they bring? ICC will not work in this industry. അത് സത്യമാണ്. ഇത് നേരത്തെ തൊട്ട് ഞാൻ ഇത് പറയുന്നതാണ്. ഞാനത് ഒരു ഇതായിട്ട് കണ്ടു. ട്രൈബ്യൂണൽ ഈസ് ബെറ്റർ ദെൻ ICC ആണ് അതിൽ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. സോ ഐ എം വെരി വെരി ഹാപ്പി. യെസ്, അപ്പോൾ മറ്റൊരു റിപ്പോർട്ട് കൂടിയുണ്ട്. പക്ഷേ ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. രാജസ്ഥാനിലെ ഉദയ്പൂരിൽ സഹപാഠിയുടെ കുത്തേറ്റ 10ാം ക്ലാസ് വിദ്യാർത്ഥി ചികിത്സയിൽ കഴിയവേ മരിച്ചു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ അച്യുതൻ ഡൽഹിയിൽ നിന്നും പങ്കുവെക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് അവിടെ കുട്ടികൾ തമ്മിലുള്ള സംഘർഷം, അത് പിന്നീട് അവിടുത്തെ നാട്ടുകാർ തമ്മിലുള്ള സംഘർഷമായി മാറി, രണ്ട് വിഭാഗത്തിലുള്ള സംഘർഷമായി മാറി, വലിയ പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ നേരത്തെ കുത്തേറ്റ് ചികിത്സയിലിരുന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു എന്ന വാർത്ത ഇപ്പോൾ വരുന്നു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ഇപ്പോൾ ജില്ലാ ഭരണകൂടം അവിടുത്തെ ആശുപത്രിക്ക് മുന്നിൽ പോലീസിനെ വിന്യസിച്ചിരിക്കുകയാണ്. ഉദയ്പൂരിലും സമീപ പ്രദേശങ്ങളിലും മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട്. രാജസ്ഥാനിലുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതോടൊപ്പം മറ്റൊരു വാർത്ത കൂടി വരുന്നുണ്ട്. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ എയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കടുത്ത പനിയെ തുടർന്നാണ് പ്രവേശിപ്പിച്ചത്. ചികിത്സയിൽ ന്യൂമോണിയ ഉള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. ആരോഗ്യനില മെച്ചപ്പെട്ടു എന്നാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ യെസ്, തിരികെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട മറ്റൊരു റിപ്പോർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇന്ന് ഈ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ ഹൈക്കോടതിയിൽ ഒരുപാട് നീക്കങ്ങൾ, നാടകീയ നീക്കങ്ങൾ നമ്മൾ ഇന്ന് കണ്ടു. ഹർജി ഡിവിഷൻ ബെഞ്ച് തള്ളി മണിക്കൂറുകൾക്കകം സിംഗിൾ ബെഞ്ചിൽ എത്തിയിട്ടും ഹൈക്കോടതി നിലപാട് കടുപ്പിക്കുകയായിരുന്നു. അതോടെയാണ് ആ നീക്കങ്ങളെല്ലാം പാളിപ്പോയത്. പിന്നാലെ 4.5 വർഷത്തിന് ശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെളിച്ചം കാണുകയായിരുന്നു. അത്യന്തം നാടകീയത നിറഞ്ഞതായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഇന്നത്തെ കോടതി നടപടികൾ. സിനിമയിലെന്ന പോലെ ആദ്യാവസാനം അടിമുടി സസ്പെൻസ്. രാവിലെ 10-ന് ആരംഭിച്ച നടപടികളിൽ ട്വിസ്റ്റോട് ട്വിസ്റ്റ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാമെന്ന സിംഗിൾ ബെഞ്ച് വിധിക്ക് പിന്നാലെ അപ്രതീക്ഷിത ഹർജി നടി രഞ്ജിനിയുടെ വക. ഹർജി എത്തിയത് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖിന്റെ ഡിവിഷൻ ബെഞ്ചിൽ. സജിമോൻ പാറയിലും ഇതിനിടെ അപ്പീലുമായി കോടതിയെ സമീപിച്ചു. പിന്നാലെ എല്ലാ കണ്ണുകളും ഹൈക്കോടതിയിലേക്ക്. രാവിലെ 11-ന് കേസെടുത്ത കോടതി രഞ്ജിനിയുടെ ഹർജി തള്ളി സിംഗിൾ ബെഞ്ചിനെ തന്നെ സമീപിക്കാൻ നിർദ്ദേശിച്ചു. സജിമോൻ പാറയിലിന്റെ ഹർജി 21-ലേക്ക് മാറ്റുകയും ചെയ്തു. ഇതോടെ സർക്കാർ 2:30-ക്ക് റിപ്പോർട്ട് പുറത്തുവിടാൻ തീരുമാനിച്ചു. 1 മണിക്കൂറിനുള്ളിൽ നടിയുടെ അഭിഭാഷകൻ പുതിയ ഹർജിയുമായി സിംഗിൾ ബെഞ്ച് മുൻപാകെ എത്തി. 2 മണിക്ക് ഹർജി പരിഗണിച്ചെങ്കിലും റിപ്പോർട്ടിന് സ്റ്റേ അനുവദിച്ചില്ല. ഇതോടെ നിയമ തടസ്സം നീങ്ങി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തെത്തി. സജിമോൻ പാറയിലിന്റെ ഹർജി വന്നപ്പോൾ തന്നെ വ്യക്തമായിരുന്നു കോടതിയുടെ നിലപാട്. വാദത്തിനിടെ ചോദ്യരൂപത്തിൽ കോടതി അക്കാര്യം ആവർത്തിച്ചുറപ്പിച്ചു. ഒടുവിൽ നീതിപീഠത്തിന്റെ കാർക്കശ്യത്തിന് മുന്നിൽ
4.5 വർഷത്തിന് ശേഷം റിപ്പോർട്ട് പുറത്തേക്ക്. ക്യാമറാമാൻ സച്ചിനൊപ്പം എസ് ശ്രീകാന്ത്, 24 കൊച്ചി. അപ്പോൾ അങ്ങനെയാണ് ഹേമ കമ്മിറ്റിയുടെ ആ റിപ്പോർട്ടിൻ്റെ കൂടുതൽ വിശദാംശങ്ങളെല്ലാം വളരെ കൃത്യമായി തന്നെ ഞങ്ങൾ ഇതുവരെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ കൂടുതൽ പ്രതികരണങ്ങളും ഒപ്പം തന്നെ മറ്റ് കാര്യങ്ങളും ഒക്കെ അടുത്ത ദിവസങ്ങളിൽ പുറത്തു വരുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. വർഷങ്ങളായി നമ്മളിതിന് ഈ റിപ്പോർട്ടിനെ കുറിച്ചും ഈ കമ്മിറ്റിയെക്കുറിച്ചും പറഞ്ഞു കേൾക്കുന്നുണ്ട്. നടിയെ ആക്രമിച്ച കേസ്, അതിന് പിന്നാലെ ഫോം ചെയ്ത ഈ കമ്മിറ്റി, അതോടൊപ്പം തന്നെ WCCയുടെ ഫോർമേഷൻ, അതിനുശേഷം ഉണ്ടായ നിയമപോരാട്ടങ്ങൾ, പിന്നെ ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നതിന് ശേഷം ഇതിൻ്റെ റിപ്പോർട്ട് പുറത്തുവിടുന്ന ആവശ്യം വരുന്നു. സർക്കാർ അത് അംഗീകരിക്കുന്നില്ല. പിന്നീട് വിവരാവകാശ കമ്മീഷനിലേക്ക് പരാതികൾ വരുന്നു. അങ്ങനെ ഒരുപാട് ഇതിൻ്റെ ഒരു നാൾ വഴികൾ അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഏറ്റവും ഒടുവിൽ ഇന്ന് ഈ റിപ്പോർട്ട് വെളിച്ചം കണ്ടത്. പക്ഷെ അതിലും ഈ പറയുന്ന പോലെ സ്വകാര്യത മാനിച്ചാണ് ഇപ്പോൾ സർക്കാർ ഈ റിപ്പോർട്ട് പുറത്ത് വിട്ടിരിക്കുന്നത്. കമന്റ് ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് കമന്റുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. പക്ഷേ പലതും സഭ്യമല്ലാത്ത കമന്റുകൾ, അങ്ങനെ തന്നെ പറയാം. സഭ്യമല്ലാത്ത ഒരുപാട് കമന്റുകൾ നേരത്തെ മുതലേ നമ്മൾ കാണുന്നുണ്ട്. അതൊന്നും വായിക്കാൻ കൊള്ളാവുന്ന കമന്റുകളല്ല. ഈ സിനിമാ മേഖലയെക്കുറിച്ചും ഒപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചൊക്കെയാണ്. പക്ഷേ അത്തരം കമന്റുകൾ ബോധപൂർവ്വം തന്നെ അത് മാറ്റി നിർത്തുകയാണ്. അങ്ങനത്തെ കമൻറ്റ് നമ്മുടെ ശ്രദ്ധ പോലും അർഹിക്കുന്നില്ല എന്നുള്ളതാണ് അടുത്തൊരു കാര്യം. പിന്നെ മറ്റ് സ്ഥിരം പ്രേക്ഷകരുടെ കമൻസ് ഉണ്ട്. ആദ്യത്തെ പാട്ട് ഇഷ്ടമായി, പ്രജിൻ്റെ പാട്ട് ഒരുപാട് ഇഷ്ടമായി എന്ന് ഒരുപാട് പ്രേക്ഷകർ പറയുന്നുണ്ട് കേട്ടോ. രാജി പറഞ്ഞു പ്രജിൻ അംബാനെ ഓർമ്മ വരുന്നു. അതെന്താ? ഡ്രസ്സാണെന്ന് തോന്നുന്നു. അംബാൻ മാത്രമല്ല, ബാലരമയിലെ വിക്രം മുത്ത് ഒക്കെ അതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അതെ. പിന്നെന്താ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റി തന്നെ ഒരുപാടുണ്ട്. അതുപോലെ സെഗ്മെന്റ്സ് ഇന്ന് ഉൾപ്പെടുത്തണം, കൂടുതൽ സെഗ്മെന്റ്സ് കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഈ പ്രധാനപ്പെട്ട വാർത്തകൾ വരുന്ന ആ സമയങ്ങളിൽ മാത്രമാണ് സെഗ്മെന്റ്സ് മാറ്റി നിർത്തുന്നത്. അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ പതിവ് രീതി തന്നെയാണ് പിന്തുടരാറുള്ളത്. മിസ്റ്റർ കെ പറയുന്നു, പ്രജിൻ സിനിമയിൽ മാത്രമല്ല ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ പെൺകുട്ടികൾ ലൈംഗിക ചൂഷണം നേരിടുന്നുണ്ട്. എല്ലായിടങ്ങളിലും കഥാപ്രസംഗം നടത്തിയാൽ പോരാ, എല്ലാവർക്കും ബാധകമാണ്. സിനിമാക്കാർ മാത്രമല്ല, അതങ്ങനെ തന്നെയാണല്ലോ. എല്ലാ മേഖലയിലും ഈ പറഞ്ഞ പോലെ ഈക്വാലിറ്റി വേണം. ചൂഷണം ചെയ്യപ്പെടുന്നവർ അത് ആരാണെങ്കിലും അത് വെളിച്ചത്ത് കൊണ്ടുവരികയും ചെയ്യണം, അതിനെതിരെ ശബ്ദം ഉയർത്തുകയും ചെയ്യണം. അത് തന്നെയാണല്ലോ നിലപാട്. അങ്ങനെ ഒരുപാട് കമൻസ്, ഒരുപാട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ പലരും വളരെ മോശമായിട്ടാണ് ഈ സിനിമയിലുള്ള എല്ലാവരെയും പറയുന്നത്. അതാണ് മുൻപ് ഞാൻ പറഞ്ഞത്. അതിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഉണ്ട് എന്നുള്ളതിനർത്ഥം എല്ലാവരും ഇങ്ങനെയാണെന്നല്ല. അപ്പോൾ അതുകൂടി മനസ്സിലാക്കി വേണം പ്രേക്ഷകർ ഇത്തരത്തിലുള്ള കമൻസ് ഇടുന്നവരെ കുറിച്ചാണ് പറയുന്നത്, എല്ലാവരെയും അല്ല. ഈ കമൻസ് ജിയോ ചീരാൻ എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ പറയുന്നു, ഈ എന്താണ് പറയുക, നമ്മുടെ റിപ്പോർട്ടിൽ വളരെ കാര്യമായി പറഞ്ഞത് ഈ സ്ത്രീകൾക്ക് അവിടെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ പോലും ഒരു സെറ്റിലും അല്ലെങ്കിൽ സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പലയിടങ്ങളിലും സൗകര്യങ്ങൾ ഉണ്ടാവാറില്ല എന്ന് പറഞ്ഞു. ഈ ആർത്തവ സമയത്തൊക്കെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ അതെല്ലാം നടിമാർ പല ആളുകളായിട്ട് മൊഴികൾ നൽകിയിട്ടുണ്ടെന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ജിയോ ചിരൻ പറയുന്നു, ഈ മൊബൈൽ ബാത്റൂം യൂണിറ്റ് അത് സിനിമാ സെറ്റിൽ ഉപയോഗിച്ചാൽ പോരെ, ഈ പ്രശ്നം ഇല്ലാതാക്കാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അത്തരം ചെറിയ ഇടപെടലുകളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ മാറ്റാവുന്ന പ്രശ്നങ്ങളാണ്. പക്ഷേ അതൊന്നും വകവയ്ക്കുന്നില്ല, അതൊന്നും കാര്യമായി എടുക്കുന്നില്ല, പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ളതാണല്ലോ പരാതി. യെസ്, അപ്പോൾ നമുക്ക് ഒരു ചെറിയ ഇടവേള വേണം. അപ്പോൾ പ്രേക്ഷകർക്ക് അറിയാലോ, നിങ്ങളും ഈ ഷോയുടെ ഭാഗമാണ്. നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്തുകൊണ്ട് നമ്മുടെ ഈ സ്ക്രീനിൻ്റെ ഭാഗമാകാം. അപ്പോൾ ഇപ്പോൾ വരുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്ത് സൂം കോൾ വഴി വീഡിയോ കോൾ ചെയ്ത് നിങ്ങൾക്ക് നമ്മുടെ സ്ക്രീനിലെ ഭാഗമാകാം. അപ്പോൾ നേരിട്ട് കണ്ടുകൊണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാം. പെട്ടെന്ന് വിളിച്ചു തുടങ്ങുക. യെസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഗുഡ് നൈറ്റ് വിത്ത് പ്രജിൻ ആൻഡ് പ്രവിത തുടരുകയാണ്. ഇപ്പോൾ ഒരു വാർത്തയിലേക്ക് നേരെ നമ്മൾ പോകുന്നു. ഒരു ദൃശ്യം പ്രേക്ഷകർക്ക് കാണിച്ചു തരാം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ 6-ാം മൈലിന് സമീപം റോഡരികിൽ കാട്ടാനക്കൂട്ടം. തുടർച്ചയായ 2ാം ദിവസമാണ് പ്രദേശത്ത് കാട്ടാനകൾ എത്തുന്നത്. ആദ്യമ ദൃശ്യങ്ങളിലേക്ക്. ഇത് മേഖലയിൽ മുൻപും കാട്ടാനക്കൂട്ടം എത്തിയതാണ്. ഇപ്പോൾ ഇതാ തുടർച്ചയായ ദിവസങ്ങളിൽ കാട്ടാനക്കൂട്ടം എത്തുന്നു. എന്താണ് ഈ രീതിയിൽ ഈ മഴക്കാലത്തും ഇങ്ങനെ കാട്ടാനകൾ കാടിറങ്ങി വരുന്നത് എന്നത് ഒരു ചോദ്യമാണ്. എബിൻ ജോസ് തൊടുപുഴയിൽ നൽകും അതിന്റെ കൂടുതൽ വിവരങ്ങൾ. എബിൻ, നേരത്തെ കാട്ടാനകൾ ഇറങ്ങിയ അതേ സ്ഥലത്ത് തന്നെയാണോ ഇപ്പോൾ ഇന്നും ഈ കാട്ടാനകൾ എത്തിയിരിക്കുന്നത്? ഇപ്പോഴും അത് ജനവാസ മേഖലയിൽ തുടരുന്നുണ്ടോ? എന്താണ് അവിടുത്തെ സാഹചര്യം ഇപ്പോൾ? കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ 6-ാം മൈലിലാണ് ഇന്ന് വൈകുന്നേരത്തോടെ കാട്ടാനക്കൂട്ടം എത്തിയത്. ഇത് റോഡരികിൽ തന്നെ കാട്ടാനക്കൂട്ടം തമ്പടിക്കുകയായിരുന്നു. ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. പിന്നീട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തിയാണ് കാട്ടാനയെ കാട്ടിലേക്ക് കയറ്റിവിട്ടത്. കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ വൈകുന്നേരം കാട്ടാന എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പതിവായി കാട്ടാന എത്തുന്ന മേഖലയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ പലതവണ പരാതികൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇന്നും കാട്ടാന എത്തി ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും നിലവിൽ കാട്ടാനയെ കാട്ടിലേക്ക് കയറ്റിവിട്ടിട്ടുണ്ട്. ശരി, എബിൻ ജോസ് ആണ് തൊടുപുഴയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.
ഇനി നമ്മൾ വയനാട്ടിൽ നിന്നുള്ള കൂടുതൽ വിശദാംശങ്ങളിലേക്കാണ് പറഞ്ഞു വരുന്നത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുള്ള തുടർ വാർത്തകളാണ്. ദുരന്തബാധിതരുടെ വായ്പയ്ക്ക് 1 വർഷത്തെ മൊറട്ടോറിയം പ്രഖ്യാപിച്ച സർക്കാർ കാർഷിക വായ്പ തിരിച്ചടവിന് 5 വർഷത്തെ സാവകാശവും അനുവദിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ചേർന്ന സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി യോഗമാണ് ഈ തീരുമാനമെടുത്തത്. ദുരന്തബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളണമെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ നിർദ്ദേശിച്ചു. ദുരന്ത മേഖലയിൽ 12 ബാങ്കുകളാണ് വായ്പ നൽകിയത്. 3220 പേർക്കായി ആകെ 35,32,00,000 വായ്പാ തുക. ഈ തുക തിരിച്ചടക്കുന്നതിനാണ് 1 വർഷത്തെ മൊറട്ടോറിയം. 50% മുകളിൽ ക്രോപ്പ് ലോസ് ഉള്ള കേസും പിന്നെ MSME ലോൺസിനും മൊറട്ടോറിയം നമ്മൾ പ്രഖ്യാപിച്ചു. അത് 1 വർഷത്തെ മൊറട്ടോറിയം, ടോട്ടൽ 5 വർഷം, അതിൽ 1 വർഷം മൊറട്ടോറിയം. വായ്പാ തിരിച്ചടവിന് അവധി നൽകലോ പലിശയിളവോ പരിഹാരമാകില്ലെന്നും ദുരിതമേഖലയിലെ മുഴുവൻ ബാധ്യതകളും എഴുതിത്തള്ളണമെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ നിർദ്ദേശിച്ചു. വായ്പ എടുത്തവര് പലരും ഇല്ലാതായിരിക്കും. ആ ഭൂമിയിൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കും. അപ്പൊ ആകെ ചെയ്യാവുന്ന കാര്യം ആ പ്രദേശത്തുള്ള വായ്പ ആകെ എഴുതിത്തള്ളുക എന്നുള്ളതാണ്. എഴുതിത്തള്ളുമ്പോൾ സാധാരണ ബാങ്കുകൾ സ്വീകരിക്കുന്ന നിലപാടുണ്ട്, അത് സർക്കാർ നൽകുക എന്നുള്ളതാണ്. ഇതിൽ ആ നില സ്വീകരിക്കാൻ പാടില്ല എന്നാണ് എന്റെ നിർദ്ദേശം. എല്ലാവരും മരിച്ച കുടുംബങ്ങളുടെ കണക്ക് അതാത് ബാങ്കുകളിൽ നിന്ന് എടുക്കും. വായ്പ പൂർണ്ണമായി എഴുതിത്തള്ളുന്നതിൽ അതാത് ബാങ്കുകളാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. ടൈം ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളിയാഴ്ചക്കുള്ളിൽ അത് നമ്മൾ ബാങ്കുകളും കണക്കെടുത്ത് അവരുടെ ബോർഡിൽ പ്രസന്റ് ചെയ്ത് സ്ട്രോങ് ആയിട്ട് തന്നെ പിന്നെ ഒരു ഇത് റെക്കമെൻഡ് ചെയ്ത് അത് വേവ് ചെയ്യിപ്പിക്കാനുള്ള സംവിധാനം ചെയ്യണം എന്ന് നമ്മൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ചെറുകിട സംരംഭങ്ങളെ കൂടി വായ്പാ ഇളവിൽ പരിഗണിക്കാൻ നിർദ്ദേശം നൽകുമെന്നും ബാങ്കേഴ്സ് സമിതി വ്യക്തമാക്കി. സർക്കാർ നൽകിയ ധനസഹായത്തിൽ നിന്ന് EMI തിരിച്ചുപിടിച്ച ഗ്രാമീൺ ബാങ്കിന്റെ നടപടിയെയും മുഖ്യമന്ത്രി യോഗത്തിൽ വിമർശിച്ചു. 24 തിരുവനന്തപുരം. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണല്ലോ കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറുടെ കൊലപാതകം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് പുറത്തുവന്ന റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. പ്രതി സഞ്ജയ് റോയിയെ നുണപരിശോധന നടത്താൻ CBIക്ക് അനുമതി ലഭിച്ചിരിക്കുന്നു. നടന്നത് അതിക്രൂരമായ കൊലപാതകമാണെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഇന്ന് കൂടുതലായി പുറത്തുവന്നു. കേസുമായി ബന്ധപ്പെട്ട മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ CBI തുടർച്ചയായ 4ാം ദിവസവും ചോദ്യം ചെയ്യുകയാണ്. തല, മുഖം, കഴുത്ത്, കൈകൾ, സ്വകാര്യ ഭാഗങ്ങൾ എന്നിവിടങ്ങളിലായി 14ലേറെ മുറിവുകൾ. കൈകൊണ്ട് കഴുത്ത് ഞെരിച്ചതാണ് മരണകാരണം. ശ്വാസകോശത്തിൽ രക്തസ്രാവമുണ്ടായി. ശരീരത്തിൽ പലയിടത്തും രക്തം കട്ടപിടിച്ചിരുന്നു. ഇങ്ങനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. കസ്റ്റഡിയിലുള്ള പ്രതി സഞ്ജയ് റോയിയെ നുണപരിശോധന നടത്താൻ CBIക്ക് കോടതിയിൽ നിന്നും അനുമതി ലഭിച്ചു. സഞ്ജയ് റോയ് കുറ്റം ചെയ്തിട്ടില്ലെന്ന് തനിക്ക് പറയാൻ കഴിയില്ലെന്ന് മാതാവ് മാൽത്തി റോയ് 24നോട് പറഞ്ഞു. കേസിൽ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ CBI ഇന്നും ചോദ്യം ചെയ്യുകയാണ്. TMC നേതാവ് കുനാൽ ഘോഷും തെളിവുകൾ നൽകാൻ CBIക്ക് മുന്നിലെത്തി. CBI സംഘം കൊല്ലപ്പെട്ട ഡോക്ടറുടെ വീട് സന്ദർശിച്ചു. ആശുപത്രി ആക്രമണത്തിൽ 37 പേരെ പോലീസ് ഇതിനകം അറസ്റ്റ് ചെയ്തു. സമൂഹമാധ്യമങ്ങളിൽ വിമർശനമുന്നയിച്ച ഒരു കോളേജ് വിദ്യാർത്ഥിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. 7 SFI DYFI നേതാക്കൾക്ക് പോലീസ് നോട്ടീസ് അയച്ചു. കഴിഞ്ഞ ദിവസം പോലീസ് നോട്ടീസ് ലഭിച്ച TMC MP സുഖേന്ദു ശേഖർ റോയ് സംരക്ഷണം തേടി കൊൽക്കത്ത ഹൈക്കോടതിയെ സമീപിച്ചു. തുടർച്ചയായി 5ാം ദിവസവും CBI ആർജിക്കർ മെഡിക്കൽ കോളേജിൽ പരിശോധനയ്ക്കായി എത്തിയിട്ടുണ്ട്. അതേസമയം പൂർവ്വ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ സമരവേദിയിലെത്തിയത് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ഊർജം നൽകിയിട്ടുണ്ട്. ആർജിക്കർ മെഡിക്കൽ കോളേജിൽ നിന്നും ജിജീന്ദ്രനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. അപ്പോൾ എന്തായാലും ഈ വിഷയത്തിൽ സുപ്രീം കോടതി സ്വമേധയാ എടുത്ത കേസ് നാളെ പരിഗണിക്കുന്നുണ്ടെന്ന വാർത്ത കൂടി നേരത്തെ പുറത്തു വന്നിരുന്നു. അപ്പോൾ എന്താണ്, ഏത് രീതിയിലാണ് അതിൽ മുന്നോട്ട് പോകുന്നത് കോടതി എന്ന് നമുക്ക് നോക്കാം. എന്തായാലും കൊലപാതകമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. കഴുത്ത് ഞെരിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതിക്രൂര പീഡനത്തിന് ശേഷമാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത് എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കമന്റ് ബോക്സിലേക്ക് വീണ്ടും വന്നു കഴിഞ്ഞാൽ തോമസ് കുട്ടി കലഞ്ഞൂർ പറയുന്നു, ഇത് മലയാളത്തിൽ മാത്രമുള്ള പ്രതിഭാസമല്ല. എൻ്റെ ഒരു ഫ്രണ്ട് ഹിന്ദി സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കേട്ടാൽ അറയ്ക്കുന്ന കാര്യങ്ങളാണ് അവിടെ നിന്ന് വരുന്നത് എന്ന് പറയുന്നു. അങ്ങനെ ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട്. പെട്ടെന്ന് കമന്റുകൾ ഇങ്ങനെ പോകുമ്പോൾ അത് വായിച്ചെടുത്ത് തീർക്കാൻ പറ്റുന്നില്ല. അതിന് മുമ്പ് അടുത്ത കമന്റ് രസകരമായിട്ടുള്ള ഒരു ആശയം വെക്കുന്നുണ്ട് ട്രാവലിംഗ് ട്രാവലർ. ഇനി സിനിമയിൽ അഭിനയിക്കുന്നതിന് സംവിധായകൻ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ അപേക്ഷ സമർപ്പിക്കണം. സർക്കാർ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നടീനടന്മാരെ വിതരണം ചെയ്യുക എന്നൊരു രസകരമായിട്ടുള്ള കമന്റ് ഇടുന്നുണ്ട് ട്രാവലിംഗ് ട്രാവലർ.
അപ്പോൾ നാളെയും മോർണിംഗ് ഷോയ്ക്ക് SKN വന്നില്ലെങ്കിൽ സസ്പെൻഷൻ ലെറ്റർ വീട്ടിൽ എത്തുമെന്ന് പറഞ്ഞേക്ക്. എൻ്റെ ഇതാരാണ്? ഷഫീർ മണ്ണാർക്കാട്. SKN അറിയാം അത്. അതുകൊണ്ട് പ്രേക്ഷകരെ കാണാനായിട്ട് നാളെ എന്തായാലും SKN എത്തും രാവിലെ. യെസ്. അപ്പോൾ മറ്റു കമൻറ്റുകളിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നൊരു കോളർ, ഒരു പ്രേക്ഷകൻ നമ്മോടൊപ്പം സംസാരിക്കാൻ തയ്യാറായി റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. കൊല്ലത്ത് നിന്നും ഷഹനാസ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഷഹനാസ്, ഹായ്. ഹലോ. ഹലോ, ഹായ്. ഷഹനാസ് ഹുസൈൻ, എന്തുണ്ട് വിശേഷം? ഷഹനാസ് ഹുസൈൻ എങ്ങനെയൊക്കെ പോകുന്നു? ഇങ്ങനെ പോകുന്നതാണോ? അവിടെ എന്തുണ്ട് വിശേഷം? ഇവിടെ ഇതെന്താ വിശേഷം? നമ്മളിങ്ങനെ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. പറയൂ, വിശേഷങ്ങളൊക്കെ പറയൂ. എന്ത് ചെയ്യുന്നു? FB സ്ക്രോൾ ചെയ്ത് പോയപ്പം പെട്ടെന്ന് കണ്ടാണ്. അങ്ങനെ ലിങ്കിൽ കയറി സ്കാൻ ചെയ്ത് പെട്ടെന്ന് കയറി. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ലൈവ് ഞാൻ ന്യൂസ് ചാനലിൽ ഇപ്പം വരുമെന്നൊന്നും. ആണോ? അപ്പം നമ്മുടെ ഈ പരിപാടി ആദ്യമായിട്ട് കാണുകയാണോ? ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ജേർണലിസ്റ്റ് പഠിക്കണം, ജേർണലിസ്റ്റ് ആകണം, ന്യൂസ് റീഡർ ആകണം. പക്ഷെ ഇപ്പം കറന്റ് ഞാൻ ഡെന്റൽ സ്റ്റുഡന്റ് ആണ്. BDS ആണ് പഠിക്കുന്നത്. പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹം. ഈ ഇടയ്ക്ക് SKN മെസ്സേജ് ഇട്ടായിരുന്നു, എനിക്കൊരു 24 ന്യൂസിൽ 100 ന്യൂസ് വായിക്കാനെങ്കിലും ഒരു അവസരം തരുമെന്നൊക്കെ. 100 ന്യൂസ് വായന ഏറ്റവും പാടുള്ള കാര്യമാണ് കേട്ടോ. ശ്വാസം എടുക്കാതെ ഇങ്ങനെ വായിക്കണം. അതെ, ആയിരിക്കും. ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, എന്നിട്ട് എന്താ ജേർണലിസത്തിന് പോകാതെ BDS എടുത്തത്? പോകാതെന്ന് വെച്ചാൽ അത് ഭയങ്കര സ്ട്രോങ് ഡിറ്റർമിനേഷൻ ആയിട്ട് മനസ്സിൽ കിടന്നില്ല. പെട്ടെന്ന് തന്നെ മെഡിക്കൽ ഫീൽഡും താല്പര്യം ഉള്ളതുകൊണ്ട് അങ്ങോട്ട് പോയെന്നേ ഉള്ളൂ. ഞാൻ ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തായിരുന്നെങ്കിൽ ഷുവർ. ഇനി ഞാനൊരു രഹസ്യം പറയട്ടെ. പ്രജൻ എന്താണ് പഠിച്ചതെന്ന് ചോദിച്ചു നോക്കോ? എല്ലാരും ഓരോരോ സ്ട്രീമിൽ പ്രജൻ പഠിച്ചത് B.Tech ആണ്. അതെ, പ്രജൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളാണ്. ഞാൻ സൈക്കോളജി കഴിഞ്ഞ ആളാണ്. അപ്പൊ ഇനിയുണ്ട്, സമയമുണ്ട്. അതെ, ആ ഒരു ആഗ്രഹം വിടണ്ട. തീർച്ചയായും. അതെ, വളരെ പെട്ടെന്ന് പറയൂ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്റെ വീട്ടില് ഉമ്മ, വാപ്പ, പിന്നെ ഇത്ത ഉണ്ട്. കൊല്ലത്ത് എവിടെയാണ് ഷഹനാസ് വീട് പ്രോപ്പർ? കൊല്ലത്ത് കരിക്കോട് TKM കോളേജിന്റെ ഒക്കെ അടുത്തായിട്ട് വരും. ഏത് കോളേജിലാണ് പഠിക്കുന്നത് BDS? ഞാനിപ്പം കോതമംഗലം മാർ ബസേലിയോസ് ഡെന്റൽ കോളേജ്. നമ്മുടെ ഇവിടെ അടുത്താണ്. ഷഹനാസ്, അപ്പോ ഇനിയിപ്പോ ഒരു കാര്യം ഉറപ്പാണ് ഷഹനാസ്. കലോത്സവ സമയത്ത് നിങ്ങൾ രണ്ടുപേരും കൊല്ലത്ത് ഞാൻ കണ്ടായിരുന്നു. ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാനുണ്ടായിരുന്നില്ല. അപ്പൊ ഷഹനാസ്, അപ്പൊ ഒരു കാര്യം ഇനി ഉറപ്പാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ ഷഹനാസ് മറക്കാതെ ഗുഡ് നൈറ്റ് ഷോ കാണും. ഉറപ്പായിട്ടും കാണണം കേട്ടോ. കാണോ? കാണാലോ. നമുക്ക് ഉറപ്പ് മേടിക്കണം. കാണോ? അപ്പം ഷഹനാസ് കാണോ? കാണും, തീർച്ചയായും. അപ്പൊ എല്ലാ ദിവസവും കാണാം, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. മാത്രമല്ല, കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ശേഷം നമ്മളിൽ ഒരാളായി മാറാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയും ചെയ്യുന്നു. ഓക്കെ ഷഹനാസ്, ബൈ. ഒരുപാട് സന്തോഷം ഷഹനാസുമായി സംസാരിക്കാൻ സാധിച്ചതില്ല. ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. തൃശൂർ കുതിരാനിൽ വാഹനാപകടം. ലോറിക്ക് പിന്നിൽ പിക്കപ്പ് വാൻ ഇടിച്ച് 2 പേർക്ക് പരുക്ക്. പിക്കപ്പ് വാൻ ഡ്രൈവറെ ക്യാബിൻ പൊളിച്ചാണ് പുറത്തെടുത്തത്. ആ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർ കാണാം. പൂർണ്ണമായും തകർന്നിരിക്കുന്നുണ്ട് ആ പിക്കപ്പ് വാൻ എന്ന ദൃശ്യങ്ങൾ വ്യക്തമാണ്. സൂരജ് സജി നൽകും തൃശ്ശൂരിൽ നിന്നും. സൂരജ്, എന്താണ് സംഭവിച്ചത്? ഈ അപകടത്തിൽ പരിക്കേറ്റവരുടെ നില എന്താണ്? പ്രജിനി, ഈ അപകടത്തിൽ 2 പേർക്കാണ് പരിക്കേറ്റത്. പക്ഷെ അതിൽ ഒരാളുടെ നില ഗുരുതരമാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് 10 മണിയോടുകൂടിയാണ് തൃശ്ശൂരിൽ നിന്ന് കുതിരാൻ എത്തുന്നതിന് മുൻപ് കുതിരാൻ തുരങ്കത്തിന് സമീപമുള്ള ഈ പാലത്തിൽ ലോറിക്ക് പിന്നിൽ ഈ പിക്കപ്പ് വാൻ ഇടിക്കുന്നത്. പിന്നീട് ഈ ഡ്രൈവർ ക്യാബിനുള്ളിൽ കുടുങ്ങുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരാണ് ഈ ക്യാബിൻ അരമണിക്കൂർ നേരമെടുത്താണ് ഈ ക്യാബിൻ പൊളിച്ച് ഡ്രൈവറെ പുറത്തെടുത്തത്. പക്ഷേ ഡ്രൈവർക്ക് ഗുരുതരമായ പരിക്കുണ്ട്. ഈ മേഖലയിൽ കുറെ കാലമായി ഈ സ്ട്രീറ്റ് ലൈറ്റുകൾ അടക്കം സ്ഥാപിക്കണമെന്ന് പ്രദേശവാസികൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ടെങ്കിലും ഈ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കാതിരുന്നതാണ് തുടർച്ചയായി ഇത്തരത്തിൽ അപകടങ്ങൾക്കിടയാക്കുന്നതെന്നുള്ളതാണ് പറയുന്നത്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പും ഈ മേഖലയിൽ അപകടം ഉണ്ടായിരുന്നു. അങ്ങനെ വെളിച്ചക്കുറവ് ഒരു അപകടത്തിലേക്ക് നയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ മേഖലയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം അത് നാഷണൽ ഹൈവേ അതോറിറ്റിയോടക്കം രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും 2 പേർക്ക് പരിക്കേറ്റു. അതിൽ ഈ പിക്കപ്പ് ഡ്രൈവറുടെ നില ഗുരുതരമാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. പ്രവിത, എന്തായാലും അപകടത്തിൽ പൂർണ്ണമായും ആ പിക്കപ്പ് വാൻ തകർന്നിട്ടുണ്ട്. 2 പേരുടെയും നില ഗുരുതരമാണെന്നാണ് സൂരജ് സജി തൃശ്ശൂരിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. ഓണം ഇങ്ങനെ അടുത്ത് വരികയാണ്. ഇത്തവണയും റേഷൻ കാർഡ് ഉടമകൾക്ക് മാത്രമാണ് ഓണക്കിറ്റ് നൽകുക. സപ്ലൈകോയുടെ തീരുമാനം ഇപ്പോൾ ആ രീതിയിലാണ്. ആ കിറ്റിൽ എന്തൊക്കെ സാധനങ്ങൾ ഉൾപ്പെടുത്തണം? കഴിഞ്ഞ വർഷം നമുക്കറിയാം ആ ഉൾപ്പെടുത്തിയ സാധനങ്ങളെ സംബന്ധിച്ച്, അതിന്റെ ക്വാളിറ്റി സംബന്ധിച്ചൊക്കെ വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെ സാധനങ്ങൾ ഇത്തവണ വേണം, അതിനുമായി തീരുമാനങ്ങളൊക്കെ ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് സപ്ലൈകോ അറിയിക്കുന്നു. സെപ്റ്റംബർ ആദ്യ വാരത്തോടെ സംസ്ഥാനത്ത് ഓണച്ചന്തകൾക്കും തുടക്കമാകും.
മുൻഗണനാ വിഭാഗത്തിലുള്ള 5,87,000 മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് ഇത്തവണയും ഓണക്കിറ്റ് നൽകാനാണ് സപ്ലൈകോ തീരുമാനം. ക്ഷേമസ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കായി 60,000-ഓളം ഓണക്കിറ്റും നൽകും. ഇതിനായി 35 കോടിയോളം രൂപ ചെലവ് വരുമെന്നാണ് സപ്ലൈകോയുടെ വിലയിരുത്തൽ. പിങ്ക് കാർഡ് ഉടമകൾക്കും മുൻഗണനേതര വിഭാഗങ്ങൾക്കും കിറ്റ് വിതരണം ചെയ്യാനുള്ള സാമ്പത്തിക സ്ഥിതി നിലവിലില്ല. കഴിഞ്ഞ തവണ ഉണ്ടായതുപോലുള്ള പ്രതിസന്ധി ഇത്തവണ കിറ്റ് വിതരണത്തിൽ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികളും വകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട്. ഓണച്ചന്തകൾ അടുത്ത മാസം 4-ാം തീയതിയോടെ തുടങ്ങും. 14 ജില്ലകളിലും താലൂക്ക് അടിസ്ഥാനത്തിൽ ഓണച്ചന്തകൾ ഉണ്ടാകും. 13 ഇന അവശ്യ സാധനങ്ങളും ഓണച്ചന്തകൾ വഴി വിതരണം ചെയ്യും. ധനവകുപ്പ് നിലവിൽ അനുവദിച്ച 225 കോടി രൂപ കൊണ്ടാണ് ഒരുക്കങ്ങൾ തുടങ്ങുന്നത്. ഓണച്ചന്തകൾക്കും വിപണി ഇടപെടലിനുമായി 600 കോടി രൂപയെങ്കിലും വേണമെന്നാണ് ഭക്ഷ്യവകുപ്പിന്റെ ആവശ്യം. 250 കോടി അനുവദിച്ചെങ്കിലും ഇത് തികയില്ലെന്നും സപ്ലൈകോ ചൂണ്ടിക്കാട്ടുന്നു. വി.എ. ഗിരീഷ്, 24, തിരുവനന്തപുരം. യെസ്, അപ്പോൾ നമുക്കൊരു ഇടവേള കൂടി വേണം. കൂടുതൽ വാർത്തകളുണ്ട്, ചില വിശേഷങ്ങളുണ്ട്. ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ദൃശ്യം കാണാൻ പറ്റും. എന്താണെന്നല്ലേ? അത് സർപ്രൈസ് ആണല്ലേ? അത് ഇടവേളയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മൾ പ്രേക്ഷകരോട് ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അതെന്താണ് എന്ന് ചില പ്രേക്ഷകരൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ പറയുന്നുണ്ട് കൃത്യമായിട്ട്. നേരത്തെ തയ്യാറെടുത്ത കുറെ ആൾക്കാരുണ്ട് എന്ന കാര്യം നമുക്ക് മനസ്സിലായി അല്ലേ? അതിനകത്ത് ഈ പറയുന്ന പോലെ ആൽഫ ഉണ്ട്, അതുപോലെ അസ്കർ ഹുസൈൻ ഉണ്ട്, പിന്നെ ആരുണ്ട്, അങ്ങനെ പോകുന്ന ഷഫീറുണ്ട്. ഷഫീർ പറയുന്നത് പക്ഷേ സ്പേസ് സ്റ്റേഷൻ ആണെന്നാണ്. സ്പേസ് സ്റ്റേഷൻ അല്ല. അപ്പൊ എന്താണ് സംഭവം? ഇന്ന് രാത്രി, അതായത് അല്പസമയം കഴിഞ്ഞ 11:56 ആകാശത്തൊരു പ്രതിഭാസം തെളിഞ്ഞു വരും. അത് സൂപ്പർ ബ്ലൂ മൂൺ എന്നാണ് പറയാ. എന്താണ് സൂപ്പർ ബ്ലൂ മൂൺ എന്നറിയണ്ടേ? റിപ്പോർട്ട് കണ്ടോളൂ. ഭൂമിയുടെ ഭ്രമണപഥത്തോട് ചന്ദ്രൻ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയത്തെ പൂർണ്ണചന്ദ്രനാണ് സൂപ്പർ മൂൺ എന്നറിയപ്പെടുന്നത്. ഇത്തവണ സൂപ്പർ മൂണും ബ്ലൂ മൂണും ഒരുമിച്ചാണ്. 4 പൂർണ്ണചന്ദ്രന്മാരുള്ള ഒരു സീസണിലെ 3ാമത്തെ പൂർണ്ണചന്ദ്രനാണ് ബ്ലൂ മൂൺ. സീസണിലെ 3ാമത്തെ പൂർണ്ണചന്ദ്രനും സൂപ്പർ മൂണും ഒരുമിച്ചായതുകൊണ്ടാണ് ഇന്നത്തെ ചാന്ദ്രപ്രതിഭാസം സൂപ്പർ ബ്ലൂ മൂൺ എന്നറിയപ്പെടുന്നത്. ഈ പ്രതിഭാസം ഒരു ദശാബ്ദത്തിലോ 2 ദശാബ്ദങ്ങളിലോ വല്ലപ്പോഴുമൊക്കെ മാത്രമേ സംഭവിക്കാറുള്ളൂ. കൃത്യമായ ഒരു ഇടവേള ഇതിനില്ല. ബ്ലൂ മൂൺ എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും ചന്ദ്രന് നീലനിറമൊന്നും ഉണ്ടാകില്ല. ഓഗസ്റ്റിലെ പൂർണ്ണചന്ദ്രനെ സ്റ്റേർജൻ മൂൺ എന്നാണ് പരമ്പരാഗതമായി വിളിക്കുന്നത്. അതിനാൽ ഇത്തവണത്തെ പ്രതിഭാസത്തെ സ്റ്റേർജൻ മൂൺ ബ്ലൂ മൂൺ എന്നും വിളിക്കാറുണ്ട്. ഇന്ന് രാത്രി 11:56 മുതൽ ബുധനാഴ്ച രാത്രി വരെ ഈ പ്രതിഭാസം ദൃശ്യമാകും. അടുത്ത സൂപ്പർ ബ്ലൂ മൂൺ ദൃശ്യമാവുക 2037 ജനുവരിയിലാണ്. റിസർച്ച് ഡെസ്ക് 24. 7 ജനുവരിയിൽ മാത്രമാണ് ഇനി ഒരു അവസരമുള്ളത്. അതുകൊണ്ട് നമുക്ക് ഈ അവസരം പാഴാക്കാൻ പറ്റില്ല. ഇന്ന് രാത്രി തന്നെ എല്ലാവരും മുകളിലിട്ട് നോക്കി. സമയം മറക്കണ്ട. 11:55 നോക്കണമെന്ന് ആഗ്രഹമുണ്ട്. 12 മണി വായിക്കാനുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് നോക്കാം. 11:56 സ്റ്റാർട്ട് ചെയ്യും. അതിങ്ങനെ 11 വരെ ഇങ്ങനെ നീണ്ടു നിൽക്കും. നമുക്ക് നോക്കാം. യെസ്, അപ്പൊ അടുത്ത റിപ്പോർട്ടിലേക്ക് പോവാം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെക്കാൻ തീരുമാനിച്ച തൃശൂരിലെ പുലികളി നടത്താൻ സർക്കാരിന്റെ അനുമതി. പുലികളി സംഘങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് അനുമതി തേടി മേയർ M.K. വർഗീസ് സർക്കാരിന് കത്തയച്ചിരുന്നു. തുടർന്നാണ് കഴിഞ്ഞ വർഷം അനുവദിച്ച അതേ തുകയിൽ തന്നെ പുലികളി നടത്താൻ അനുമതി നൽകിയിരിക്കുന്നത്. അപ്പോൾ തൃശ്ശൂർ ഗഡികളൊക്കെ അല്ലേ, കളറാക്കണം. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയ ശേഷം പുലിക്കളി വേണ്ടെന്ന് വെച്ച തൃശൂർ കോർപ്പറേഷന്റെ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് വിവിധ പുലിക്കളി സംഘങ്ങൾ ഉയർത്തിയത്. ഇതോടെ വിഷയത്തിൽ സർക്കാർ നിലപാട് തേടി തദ്ദേശ വകുപ്പ് മന്ത്രിക്ക് മേയർ M.K. വർഗീസ് കത്തയച്ചു. പുലിക്കളി വേണ്ടെന്ന് വെച്ചാൽ ഓരോ സംഘങ്ങൾക്കും 3 ലക്ഷം രൂപയിലധികം നഷ്ടമാകുമെന്നും വിപണിയിൽ ഉൾപ്പെടെ തിരിച്ചടി ഉണ്ടാകുമെന്നുമായിരുന്നു ചൂണ്ടിക്കാട്ടിയത്. ഈ പശ്ചാത്തലത്തിൽ മുൻവർഷത്തെ അതേ തുക അനുവദിച്ചുകൊണ്ട് പുലിക്കളി നടത്താനാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി M.B. രാജേഷ് അനുമതി നൽകിയത്. ഇതു സംബന്ധിച്ച ഉത്തരവ് തൃശൂർ കോർപ്പറേഷന് കൈമാറി. സംസ്ഥാന സർക്കാരിന്റെ നടപടിയിൽ പുലിക്കളി സംഘങ്ങൾ സന്തോഷം പ്രകടിപ്പിച്ചു. 24 തൃശൂർ. ഒരു കഥ ചൊല്ലട്ടുമാ? നമുക്ക് ചെന്നൈയിലേക്ക് പോവാം. ചെന്നൈ നഗരത്തിന്റെ വിഖ്യാതമായ ഒരു പാലമുണ്ട്, എല്ലാവർക്കും അറിയുന്നതാണ്. അണ്ണാ മേൽപ്പാലം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതൊരു കഥയുണ്ട്. അത് 5 പതിറ്റാണ്ട് പൂർത്തിയാക്കിയ പാലം നവീകരിച്ചത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ചെന്നൈ നഗരത്തിന്റെ അടയാളങ്ങളിൽ ഒന്നായ അണ്ണാ മേൽപ്പാലത്തിലേക്കാണ് ഇനി ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകും. അവിടെ ആരുണ്ട്? മനേഷ് മൂർത്തി ഉണ്ട്. അതെ. പ്രജിൻ, പ്രവിത, വണക്കം.
ഇന്ന് നമുക്ക് ചെന്നൈയിലൊരു പാലത്തിൻ്റെ കഥയറിയാം. അണ്ണ മേൽപ്പാലം. ഇതാണ് ജമിനി പാലം. ജമിനി പാലത്തിൻ്റെ താഴ്ഭാഗമാണ് കേട്ടോ. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും എല്ലാ തൂണുകൾക്ക് താഴെയും ഇങ്ങനെ LED ലൈറ്റുകളൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. 10,90,00,000 രൂപ മുടക്കിയാണ് ഈ പാലത്തിൻ്റെ നവീകരണം ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. ചെന്നൈയുടെ ഒരു ഐക്കൺ ബിൽഡിംഗ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഐക്കൺ ബിൽഡിംഗ് ആണ്. അപ്പോൾ ആ ബിൽഡിംഗ് 50 വർഷം പൂർത്തീകരിച്ചപ്പോൾ അതിൻ്റെ ഭാഗമായുള്ള നവീകരണ പ്രവർത്തനങ്ങളായിരുന്നു നടത്തിയത്. അരനൂറ്റാണ്ട് പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ പാലം. അതിൻ്റെ ഭാഗമായി നല്ല രീതിയിലുള്ള പുനരുദ്ധാരണ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തി ഗംഭീരമാക്കിയിട്ടുണ്ട് ആ പാലം. അപ്പോൾ നമുക്ക് ആ പാലത്തിൻ്റെ കാഴ്ചകൾ എന്തായാലും ഒന്ന് പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിക്കാം. മാത്രമല്ല ആ പാലത്തിൻ്റെ ഒരു ചരിത്രവും നമുക്കറിയാം. 1948 ഈ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ആദ്യത്തെ ആശയം പറയുന്നത്. അത് പറയുന്നത് കോർപ്പറേഷനിലെ എഞ്ചിനീയർ ആയിട്ടുള്ള ഹാജി മീരാൻ സാഹിബായിരുന്നു. പക്ഷേ പിന്നീട് കുറേ ചർച്ചകളൊക്കെ നടന്നു, അത് അങ്ങനെ ഫലം കണ്ടില്ല. അങ്ങനെ 60കളുടെ അവസാനമാകുമ്പോഴേക്കും പാലം നിർമ്മിക്കാൻ തീരുമാനിച്ചു. ചെന്നൈ ആസ്ഥാനമായിട്ടുള്ള ഈസ്റ്റ് കോസ്റ്റ് കൺസ്ട്രക്ഷൻ കമ്പനിയായിരുന്നു ഈ പാലത്തിൻ്റെ നിർമ്മാണം ഏറ്റെടുത്തത്. ആ സമയത്ത് നേരത്തെ ഈ പദ്ധതി പറഞ്ഞിരുന്ന ഹാജി മീരാൻ സാഹിബ്, അദ്ദേഹം കോർപ്പറേഷനിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ഈ കമ്പനിയുടെ ഈ ഈസ്റ്റ് കോസ്റ്റ് കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ടെക്നിക്കൽ ഡയറക്ടറായിരുന്നു. അങ്ങനെ 25 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞ ആശയം തന്നെയാണ് ഈ പാലത്തിൻ്റെ രൂപത്തിൽ അദ്ദേഹം തന്നെ നടപ്പിലാക്കിയത്. ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 73 ഇതിൻ്റെ ഉദ്ഘാടനം നടന്നത് ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു. അപ്പം ഇതിൻ്റെ ഒരു റിനോവേഷനും മറ്റു കാര്യങ്ങളും കൂടി നടത്തിയിട്ടുണ്ട്. നല്ല പുല്ലൊക്കെ വെച്ച് ഒരു ഗംഭീരമായിട്ടുള്ളൊരു പാർക്ക് ആക്കി ഇത് മാറ്റിയിട്ടുണ്ട്. മാത്രമല്ല അതിനൊപ്പം തന്നെ പെരിയോറുടെ ഒരു പ്രതിമ ഇവിടെ, ഇത് നേരത്തെ സ്ഥാപിച്ചതാണ്, ആ പ്രതിമ കുറച്ചുകൂടി ഭംഗിയാക്കി. അപ്പം കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്, നവീകരിച്ച പാലത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഈ പാർക്കിലേക്കൊക്കെ ഇനി ആളുകൾക്ക്, പൊതുജനങ്ങൾക്ക് വരാം. അല്പ ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ ഇതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം വരാൻ പറ്റും. അപ്പം അതൊക്കെയാണ് അണ്ണ മേൽപ്പാലത്തിൻ്റെ വിശേഷങ്ങൾ. മറ്റൊരു കഥയായിട്ട് വീണ്ടും കാണാം. ശ്രീകാന്ത് ഗൗരീശപട്ടത്തിനൊപ്പം ചെന്നൈയിൽ നിന്ന് മനേഷ് മൂർത്തി, 24. മൊത്തത്തിൽ കളറായിരിക്കുന്നുണ്ടല്ലേ പാലം. വളരെ പെട്ടെന്ന് ഒരു കമന്റ് വായിക്കാം. പ്രജൻ മിനി നായർ പറഞ്ഞു, പ്രജൻ പ്രവിത, അമ്മയ്ക്ക് നിങ്ങളെ നേരിട്ട് കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. ഉറക്കം വന്നിട്ടും പിള്ളേരെ, അതായത് നിങ്ങളെ കണ്ടിട്ടേ ഉറങ്ങുന്നുള്ളൂ എന്നും പറഞ്ഞിരിക്കുകയാണ്. അത്രയ്ക്ക് ഇഷ്ടമാണ് നിങ്ങളെ. താങ്ക് യു അമ്മ. യെസ്, അപ്പം അമ്മയെ നമുക്ക് കാണാം, ഒരു ദിവസം കാണാം. യെസ്.